ഞങ്ങളിപ്പം ബോട്ടിങ്ങിനായിട്ട് പോകുന്നതാണ്. യാമ്പൂല് ബോട്ടിങ്ങിൻ്റെ ഏരിയ കേട്ടോ. യാമ്പൂല് ബോട്ടിങ്ങിനായിട്ട് ഞാൻ വൈഫിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയായിരുന്നു പോയത്. ഇവർ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഫ്രണ്ട്സാണ്. അവർ ബോട്ടിങ്ങിനായിട്ട് ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ബോട്ട് സെലക്ട് ചെയ്ത് കയറുവാണ് ബോട്ടിലേക്ക്. ഒരു സൗദിയാണ് ബോട്ട് ഓടിക്കുന്നത്. അപ്പോൾ ബോട്ട് ഓടിക്കുന്ന തുടങ്ങിയപ്പോൾ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അടിച്ച് പൊളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുവാണ്. പക്ഷെ ഭയങ്കര അഡ്വഞ്ചർ ഇതിലാണ് ബോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. അത്ര ഭയങ്കര രസമായിട്ടാണ് കാണുമ്പോൾ തന്നെ. പക്ഷെ നമുക്ക് എല്ലാവർക്കും പേടിയാവും, അത്ര സ്പീഡിലുമാണ് പോണത്. യാമ്പൂലെ ബോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. തൊട്ടടുത്ത ബോട്ടിൽ കൂടെ യാത്ര ചെയ്യുന്നത് ഇവരുടെ ഫ്രണ്ട്സ് തന്നെയാണ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഇവരുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അവർ ഫിലിപ്പീൻസിലൊക്കെ ഉള്ളവരാണെന്ന് തോന്നുന്നു. അവരും പോകുന്നുണ്ടോ കേട്ടോ. ഇപ്പം നമുക്ക് കണ്ടറിയാം സ്പീഡ് ബോട്ടിൻ്റെ സ്പീഡ് എന്താണെന്ന്. അത്ര സ്പീഡാണ്. എസ്പെഷ്യലി സൗദികളാണ് ഓടിക്കുന്നത്. അതിൻ്റെ ഒരു സ്പീഡും കൂടി നമുക്ക് കണ്ടാൽ മനസ്സിലാവും. വൈഫും ഫ്രണ്ട്സ് എല്ലാവരും കൂടി യാമ്പൂല് ബോട്ടിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അത് നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലേ അതിൻ്റെ രസം തോന്നത്തുള്ളൂ. അത്ര അടിപൊളിയാണെന്നാണ് പറയണേ. അതേപോലെ വെള്ളത്തിൽ കൂടെ പോണ സമയത്ത് തന്നെ നമുക്ക് വലിയ വലിയ മീനുകളെയൊക്കെ കാണാൻ കഴിയും. അപ്പം വളരെയധികം എൻജോയ് ചെയ്താണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി യാമ്പൂലെ ബോട്ടിങ് നടത്തുന്നത്.
ഈ യാത്രയിൽ വളരെയധികം എൻജോയ് ചെയ്താണ് എല്ലാവരും. അതേപോലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഒരുപാട് പേര് ഈ ബോട്ടിങ് നടത്തുന്നുണ്ട് അവിടെ. അതേപോലെ ബോട്ടിലാണെങ്കിൽ നമുക്കിഷ്ടമുള്ള പാട്ട് അവർ വെച്ച് തരുകയും ചെയ്യും. എല്ലാ ടൈപ്പ് പാട്ടുകളും ഉണ്ട്. അപ്പം നമ്മൾ ഈ പാട്ടൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ആവും, അത് കാരണമാണ്. പക്ഷെ ഒരുപാട് ബോട്ടുകളുണ്ട് ഈ ബോട്ടിങ് നടത്തുന്നത്. ഒരുപാട് എക്സ്പെൻസ് ഒന്നുമല്ല ബോട്ടിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അവരൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ടാണ് പോണത്. പക്ഷെ ബോട്ട് പോകുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും, അത്ര സ്പീഡിലാട്ടോ ഈ ബോട്ട് പോകുന്നത്. എന്തായാലും യാംബൂൽ പോകുന്ന ആൾക്കാർ ബോട്ടിങ് നിർബന്ധമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യണം. അത്ര സൂപ്പറാണ് ബോട്ടിങ്. അപ്പോൾ യാംബൂവിലെ ബോട്ടിംഗ് യാത്ര ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.